ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ബീഫ് കുറുമൻ്റെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീഫ് കുറുമ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ബീഫ് കുറുമ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ബീഫ് കുറുമ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബീഫ് കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ബീഫ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബീഫ് എടുക്കുന്ന സമയത്ത് ഒരല്പം നെയ്യോട് കൂടിയിട്ടുള്ള ബീഫ് എടുക്കുക കേട്ടോ. ഒരല്പം നെയ്യും എല്ലൊക്കെ ഉള്ള ബീഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ബീഫ് കുറുമ നല്ല ടേസ്റ്റി ആയിരിക്കും. ബീഫ് കുറുമ മാത്രമല്ല, നമ്മൾ ഏത് ബീഫ് വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ഈ ബീഫിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും 1 ടീസ്പൂണ് വലിയ ജീരകം കൂടെ നന്നായിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ, അത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ ഒരു ബീഫിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച കൂട്ടത്തിൽ പച്ചമുളകും കൂടെ ചതച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഈ ബീഫിലേക്ക് 3 പീസ് വീതം ഏലക്കായ, പട്ട, ഗ്രാമ്പു ഇതുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് വലിയ പീസാക്കി കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 1-2 പീസ് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാതും കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 15 മിനിറ്റ് ഈ ഒരു ബീഫ് ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മൾ ഇതുപോലെ ഇങ്ങനെ മസാല പിടിക്കാൻ മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഫിലൊക്കെ ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി ഇതിൻ്റെയൊക്കെ ഫ്ലേവറും കുരുമുളകിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും ഒരു ബീഫ് കഴിക്കാൻ. കാരണം ഈ ഒരു കുറുമയിൽ നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഉള്ള മസാലേൻ്റെ ഫ്ലേവർ നന്നായിട്ട് ബീഫിലേക്ക് പിടിക്കുകയും ചെയ്യും. നമ്മളിതുപോലെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമുക്ക് ബീഫ് കുറുമ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഒരു കുക്കറിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് നമുക്ക് സവാള വേണം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു വലിയ സവാളയാണ് കേട്ടോ. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. അപ്പോൾ സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഈ സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ സവാളൊക്കെ പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ബീഫ് കുറുമയിൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിൻ്റെ ഒക്കെ അളവ് കൂട്ടാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മസാല കൂട്ടി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ബീഫ് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒരു 3-4 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ബീഫ് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ബീഫിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. എന്നാലേ ഈ ഒരു ബീഫ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കളറ് മാറി വരുന്നത് വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഈ ബീഫിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഓരോ ബീഫിൻ്റെ വേവിനനുസരിച്ച് കുക്കിംഗ് ടൈമിൽ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു 3 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് വേണ്ട അണ്ടിപ്പരിപ്പ് ഒന്ന് കുതിർത്തെടുക്കണം. അപ്പോൾ ഞാനൊരു 12 പീസ് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുകയാണ്. കുക്കർ ഒരു 3 വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറന്നിട്ടുള്ളത്. അപ്പോൾ ബീഫിന് കുക്കായിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ബീഫൊക്കെ ഇതാ പാകത്തിന് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ട അരപ്പും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 കപ്പ് തേങ്ങ ചിരവിയതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ തേങ്ങ ആദ്യം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്.
അപ്പോൾ അണ്ടിപ്പരിപ്പും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബീഫിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ അരപ്പ് ബീഫിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാൻ ഒരു 1.5 ഗ്ലാസും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ ഒരു അരപ്പും ബീഫും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ അരപ്പ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ ഈ ഒരു ബീഫും അരപ്പൊക്കെ നന്നായിട്ട് മിക്സായിട്ട് ആ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കറിവേപ്പില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേവി ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് എരിവ് കുറവാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഈ ഒരു വെളിച്ചെണ്ണയും കറിവേപ്പിൻ്റെയും മല്ലിയിലയും പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു കുറുമക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കുറുമക്ക് ചെറിയൊരു പുളിരസം വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനതൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതൊന്ന് അടച്ച് വെക്കണം ഒരു 5 മിനിറ്റ്. അതിന് ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുറുമ ഉണ്ടാക്കിയെടുക്കാൻ. നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഈ ബീഫ് കുറുമ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു ബീഫ് കുറുമ നമുക്ക് അപ്പത്തിൻ്റെയും പൊറാട്ട, ചപ്പാത്തി, നെയ്ച്ചോറ് ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ സെർവ് ചെയ്യുന്നത് പൊറാട്ടൻ്റെ കൂടെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളിതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്